ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 100 ക്വസ്റ്റ്യനോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം സെക്കൻഡ് വീഡിയോയിലോട്ട് വരാൻ. കാര്യം സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ജസ്റ്റ് വായിച്ച് ആൻസറും പറഞ്ഞു പോവുകയാണ്. അതിലില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ടിലോട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എന്താണ്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? നമ്മൾ പറഞ്ഞതാണ്, ആരാണ് ബംഗാൾ വിഭജനം നടത്തിയത് ചോദിക്കുമ്പോൾ അതാരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സനാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്നാണ് 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം. ചോദിക്കാറുണ്ട്, ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്ത് ആരാണ്? അത് മിന്റോ സെക്കൻഡ് ആണ്. ഓക്കെ, അതേപോലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? റദ്ദാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് പ്രഭു ഏത് വർഷമാണ്? 1911. അപ്പൊ 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടത്തുന്നത്. അത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് ഹാർഡിഞ്ച് ആയിരുന്നു. 1887 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയാണ്? നാനാ സാഹിബ് കാൺപൂർ ആണ് നാനാ സാഹിബും താന്തിയ തോപ്പിയും വരുന്നത്. ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിലാണ് ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിലായിരുന്നു. അതേപോലെ അവധിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ് അവധിൽ നേതൃത്വം നൽകുന്നത്. ഝാൻസിയിൽ ആരായിരുന്നു? നമുക്കറിയാം, ഝാൻസി റാണിയാണ്, റാണി ലക്ഷ്മിബായി ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA വനിതാ വിഭാഗത്തിന്റെ പേരായിരുന്നു എന്ത്? റാണി ഝാൻസി റെജിമെന്റ് എന്ന് പറയുന്നത്. റാണി ഝാൻസി റെജിമെന്റ്. അപ്പൊ നമുക്കറിയാം 1942 എന്താ ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപം കൊള്ളുന്ന 1942. ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഇതിന് 1943 ആയപ്പോൾ എന്ത് ചെയ്തു? അത് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ റാണി ഝാൻസി റെജിമെന്റിന് രൂപം നൽകുന്നത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ്? അതാണ് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന റാണി ഝാൻസി റെജിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധരൻ തിലകൻ ആരംഭിച്ച പത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാലഗംഗാധര തിലകൻ ഏതാണ്? മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചതാരാണ്? നമ്മുടെ ബാലഗംഗാധര തിലകനാണ്. ആരാണ് ബംഗാളി പത്രം ആരംഭിച്ചത്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി പത്രം. വന്ദേമാതരം നമ്മൾ പറഞ്ഞു, ലാലാ ലജ്പത് റായ് ഉണ്ട്, ബിപിൻ ചന്ദ്രപാൽ ഉണ്ട്, അതേപോലെ മാഡം ഭിക്കാജി കാമയുണ്ട്. 3 പേരും 3 ഭാഷകളിലായിട്ട് നമ്മൾ ഉണ്ട്. ന്യൂ ഇന്ത്യയും കോമൺവെയിലും 2 പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യ, കോമൺവെയിൽ. ആരാണത്? ആനി ബസന്റ് ആണ് ന്യൂ ഇന്ത്യയും കോമൺവെയിലും വരുന്നത്. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ഏതാണ്? ബൊക്കാറോയാണ്. ബൊക്കാറോയിൽ കൊടുക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. എവിടെയാണ്? ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ അല്ലെ? എന്താണ്? ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യയാണ്. അതേപോലെ തന്നെ ദുർഗാപൂർ എങ്ങനെയാണ്? ദുബബ്രി. ഓക്കെ, എന്താണ്? ദുർഗാപൂർ എവിടെയാണ്? ബംഗാൾ അല്ലെ? പശ്ചിമ ബംഗാൾ. ബ്രിട്ടൻ ആണ് അതിന് നേതൃത്വം സഹായം നൽകുന്നത്. അതേപോലെ റുഓജ എന്താണ്? റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, പിന്നെ ഏതാണ്? ബിച്ചറ എന്താണ്? ബിച്ചറ മീൻസ് ബിലായ്. എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. ആരുടെ സഹായത്തോടു കൂടി? റഷ്യയുടെ. അപ്പൊ ബിച്ചറ, ബൊച്ചറ, ദുബബ്രി, റുഓജ. ആ ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തവണ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് എപ്പോഴും ഇത് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഈ ഒരു കോഡ് ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ജസ്റ്റ് 3-4 തവണ വായിച്ചു കഴിയുമ്പോൾ പിന്നെ അത് മനസ്സിൽ നിന്ന് പോകാറില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു 4 കോഡും എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് പഠിച്ചു വയ്ക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭമാണ്? നമുക്കറിയാം, ഡു ഓർ ഡൈ. എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കിയ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണെന്നാണ് ചോദിച്ചത്. ആരംഭിക്കുന്നത് 1930 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിക്കാനായിട്ട്.
അതായത് 1930 മാർച്ചിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, യാത്ര ആരംഭിക്കുന്നത്. ഏപ്രിൽ 5 അവിടെ എത്തിച്ചേരുകയും എന്ത് ചെയ്യുന്നുണ്ട്, ഏപ്രിൽ 6 എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് കുറുക്കി നിയമലംഘനം പ്രക്ഷോഭം ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് ആര്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? അത് ജയപ്രകാശ് നാരായണനാണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലിയു. റാണി ഗൈഡിലിയു ആണ് ആര്? നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത്. ഓക്കെ. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. 30, 31, 32 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഏതാണ്? നമുക്കറിയാം റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാറന്റ് ഇല്ലാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അതിൽ പ്രതിഷേധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗ് ആ ഒരു സ്ക്വയറിൽ എന്ത് ചെയ്യുന്നത്, ഇവരെല്ലാവരും കൂടി കൂടിച്ചേരുകയും അവിടെ എന്ത് ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 എന്നാണ്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. വിധിയുമായ ഒരു കൂടിക്കാഴ്ച. ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു വിധിയുമായ ഒരു കൂടിക്കാഴ്ച? അത് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിളോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര പോരാളിയാണ് ആര്? ഉദ്ധം സിംഗ്. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു, ഒരു ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കൂട്ടക്കൊല നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ആര്? ഉദ്ധം സിംഗ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം 42 43 സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, മൈക്കിളോ ഡയറുള്ള അവരുടെ നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ വധിക്കുന്നത്. മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ ജോഡിയാണ് നമുക്ക് വേണ്ടത്. ശരിയായതാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ശരിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ജനുവരി 30. ജനുവരി 30 എന്ന് പറയുമ്പോൾ എന്താണ്? രക്തസാക്ഷി ദിനമാണ് അല്ലെ? ഗാന്ധിജി മരിച്ച ദിവസമാണ്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അതുകൊണ്ടാണ് നമ്മൾ ജനുവരി 9 പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ഇതും എന്താണ്? ശരിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ആരാണ് രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ കുറെ പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് രാഷ്ട്രീയ ഗുരു. രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ആത്മീയ പിൻഗാമി പൗനാർലെ സന്യാസി എന്നറിയപ്പെടുന്ന വിനോബ ഭാവെയുമാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും 1ഉം 2ഉമാണ് നമുക്ക് ശരിയായ ജോഡി. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി. ഇതെന്ത് ചെയ്ത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതിൽ ആൻസർ ഇല്ല. ഏതാണ് മിതവാദികൾ? ആരൊക്കെയായിരുന്നു? നമുക്കറിയാം ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടാണ് എന്ത്? തീവ്രവാദികൾ എന്ന് പറയുന്നത് ആരാണ്? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനുണ്ട്, അതേപോലെ ബിപിൻ ചന്ദ്രപാൽ ഉണ്ട്, ലാലാ ലജ്പത് റായ്. ഇവരാണ് തീവ്രവാദികൾ വരുന്നത്. ഇനി മിതവാദികൾ വരുന്നത് ആരൊക്കെയായിരുന്നു? മിതവാദികൾ വരുന്നതാണ് ആരൊക്കെ? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ, അതേപോലെ ദാദാബായ് നവറോജി, പിന്നെ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇവിടെ ആരാണ് ആൻസറിൽ വരുന്നത്? സുരേന്ദ്രനാഥ ബാനർജി മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഇത് PSC ക്യാൻസൽ ചെയ്തത്. ലാൽ പാൽ ബാൽ, അതായത് ഇവിടെ തന്നിരുന്ന ആൻസർ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ കീ പ്രകാരം അവർ B ആണ് തന്നിരുന്നത്. പക്ഷെ അത് ആരാണ്? മിതവാദി അല്ല. അത് ആരായിരുന്നു? തീവ്രവാദിയായിരുന്നു. സോ ഫൈനൽ ആൻസർ വന്നപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്താൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണിത്. ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സൈമൺ കമ്മീഷനാണോ? അല്ല. ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷിക്കാനായിട്ട് നിയമിച്ചത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിക്കുന്നുണ്ട്. ശരിയാണ്. ചേറ്റൂർ ശങ്കരൻ എന്താണ്? ശങ്കരൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. അതേപോലെ ഗാന്ധിജിയുണ്ട്, സരോജിനി നായിഡു ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഓരോ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചവരാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഏതാണ്? 1ഉം 3ഉം. നമുക്ക് ശരിയായ ജോഡിയല്ലേ വേണ്ടത്? 1ഉം 3ഉമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്.
ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. ആണോ? ഡൽഹി എന്ന് പറയുന്നത് തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഏതാണ് ആദ്യ സംസ്ഥാനം? അത് ആന്ധ്രയാണ്. 1953 ഒക്ടോബറിൽ പോറ്റി ശ്രീരാമലു അല്ലെ, അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ടൊരു ഭാഷാടിസ്ഥാനത്തിലൊരു സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. എത്രയായിരുന്നു? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് ഇന്ത്യ 1956 നിലവിൽ വരുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? ഫസൽ അലി. അധ്യക്ഷൻ ഫസൽ അലി. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? സർദാർ KM പണിക്കറും ഉണ്ടായിരുന്നു, HN ഗുൻസ്റുവും ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ. നമുക്ക് എന്താണ് വേണ്ടത്? ശരിയായ ഉത്തരമല്ലേ? അപ്പൊ 2, 3 ശരി. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു, എന്താണ് ഇത് ഡിഗ്രി പ്രിലിംസിനും കൂടി പറ്റുമോ എന്നുള്ളത്. ഡിഗ്രി പ്രിലിംസ് അല്ല, മെയിൻസ് അല്ല, ഏതൊരു ടോപ്പിക് ആണെങ്കിലും PSC റിലേറ്റഡ് ഏതൊരു ടോപ്പിക് ആണെങ്കിലും നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നത് ഇതൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. കണ്ടോ, ഇപ്പം നമ്മുടെ പ്രിലിംസ് ആണെങ്കിൽ ചിലപ്പോൾ ഇതേ ടൈപ്പ് ആയിരിക്കും. നമ്മൾ ഇത്രയും നേരം ചിലപ്പോൾ മെയിൻസ് ഇപ്പൊ LGS ലെവലിലാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ആര്യ സമാജത്തിന്റെ സ്ഥാപകനാര്? ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ഷേ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഇതായിരിക്കും തരുന്നത്, ഇങ്ങനത്തെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരി ഏത് തെറ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. അതേസമയം അതൊരു മെയിൻസിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇതിന്റെ വർഷവും കൂടി ചോദിക്കും. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ചോദിക്കാനുള്ളൂ. ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ചോദിക്കാനുള്ള ആ ഒരു കണ്ടന്റ് പോർഷനൊക്കെ എന്താണ്, ഒരിക്കലും അതിന് മാറ്റവും വരില്ല, അതൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ. പക്ഷേ എന്താണ്, ആ ചോദിക്കുന്ന രീതിക്ക് മാത്രമേ എന്തുണ്ടാകുള്ളൂ, വ്യത്യാസം ഉണ്ടാകുള്ളൂ. അപ്പം നിങ്ങൾ ശരിക്കും ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞൊരു ബേസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്കത് ഉപകാരപ്പെടും. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂറിൽ നാനാ സാഹിബാണ്. ശരിയാണ്. അപ്പൊ ഏതാണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ ബി. 2, 3 ശരി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സേവാസമിതി. NM ജോഷി അല്ല. സേവാസമിതി ആരാണ്? HN ഗുൻസ്രു. ആരാണ്? ഹൃദയനാഥ് കുൻസ്രു. 1914 ഇത് ആരംഭിക്കുന്നത്. 1914. ഓക്കെ, അപ്പൊ സേവാസമിതി ആരുടേതാണ്? HN ഗുൻസ്രു ആണ്. അപ്പൊ ഇതെന്താണ്? 1 തെറ്റാണ്. 1 എല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 2, 3 ശരി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആര്യ സമാജമാരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. ഡൽഹൌസി പ്രഭു. ഡൽഹൌസി എന്നാണ് 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നത്. എവിടെ മുതൽ? മുംബൈ ടു താനെയാണ്. അത് ആരുടെ കാലഘട്ടത്താണ്? നമ്മുടെ ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. സതി നിരോധിച്ചതും ശിശുഹത്യ നിരോധിച്ചതും ആരാണ്? വില്യം ബെന്റിക്കാണ്. ശിശുഹത്യ നിരോധിച്ചത് വേറൊരു വ്യക്തിയാണ്. ഞാനത് പറയാം, കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനത് പറയാം. ഓക്കെ, അപ്പൊ സതി സമ്പ്രദായം, സതി വില്യം ബെന്റിക്കാണ്. ശിശുഹത്യ നിരോധിച്ചത് വില്യം ബെന്റിക്ക് തന്നെയാണ്. അപ്പൊ എന്താണ് ഇവിടെ? ഇത് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് 122ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് ഡൽഹൌസി പ്രഭുവെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ്? പൊതുമരാമത്ത് ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ ദത്തവകാശം എന്താണ്? ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത് ഡൽഹൌസിയും ദത്തവകാശ നിരോധനം റദ്ദാക്കിയത് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ക്യാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധനം റദ്ദാക്കിയത്. ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. അതേപോലെ റെയിൽവേയുടെ പിതാവാണ്, തപാലിന്റെ പിതാവാണ്, ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവാണ്. ഇതെല്ലാം ആരാണ്? ഡൽഹൌസി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷനുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ ഡൽഹൌസിയുടെ കാലഘട്ടത്താണ്. ഡൽഹൌസിയാണ് അവനെ നിയമിക്കുന്നത്.
നെക്സ്റ്റ് നോക്കാം. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി. നമുക്കറിയാം ആരൊക്കെയാണ്? VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു. അപ്പൊ ഇവിടെ ആരാണ്? JB കൃപലാനി ഇല്ല. 1, 3 ആൻസർ. നമുക്കറിയാം എന്താണ്? ഉരുക്കു മനുഷ്യൻ, ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായത് ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശരിയാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അതും ശരിയാണ്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീരുക. 55 അല്ല, 52 ഓക്കെ. അപ്പൊ ഏതാണ് ആൻസർ? 1ഉം 2ഉം ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. ശരിയാണ്. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടർന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. അതും ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് തെറ്റാണ്. ഹിന്ദിയല്ല, ഗുജറാത്തി ഭാഷയിലാണ് എന്ത് വരുന്നത്? ബോംബെ സമാചാർ. ആരാണ് ബോംബെ സമാചാറിന്റെ സ്ഥാപകൻ? അത് ഫർദുർജി മസ്ബാൻ ആണ് എന്ത്? നമ്മുടെ ബോംബെ സമാചാറിന്റെ സ്ഥാപകൻ. 1822 ഇനി ബംഗാൾ ഗസറ്റിന്റെ ആരാണ്? 1780 1780 കൽക്കത്തയിൽ ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഏതിലാണ്? ഇംഗ്ലീഷ് പത്രമായിരുന്നത്. ഏത്? രാജ്യസമാചാരം എന്ന് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ്. അതേപോലെ കൽക്കട്ടയിലാണിത് തുടങ്ങുന്നത്. ബോംബെ സമാചാർ ആണെങ്കിൽ എന്താണ്? 1822 ഫർദുർജി മസ്ബാൻ ആണ് തുടങ്ങുന്നത്. ഗുജറാത്തി ഭാഷയിലാണ്. ബോംബെ സമാചാർ ആണ് പ്രസിദ്ധീകരണം തുടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം എന്ന് പറയുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എവിടെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാംസി അച്ച രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസി അച്ച രചിച്ചത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഗാന്ധിജി ആകപ്പാട് ഒരൊറ്റ തവണയെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നുള്ളൂ. അത് ഏതാണ്? നമ്മുടെ ബന്ധുങ് സമ്മേളനമാണ്. ഓക്കെ. അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തല്ല. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടുവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ. അതെന്താണ്? ശരിയാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതും തെറ്റാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് 1929 ലാഹോർ സമ്മേളനം. പക്ഷെ അത് നെഹ്റുവിന്റെ നേതൃത്വത്തിലല്ല. പക്ഷെ ചോദിക്കാറുണ്ട് 29 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? 2ഉം 3. നമുക്ക് എന്താ? ബന്ധമില്ലാത്ത ശരിയായ ജോഡി. കണ്ട അവിടെ ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ശരിയായ ജോഡി എന്നല്ല, ബന്ധമില്ലാത്ത ശരിയായ ജോഡി എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? 1ഉം 4ഉമാണ് ബന്ധമില്ലാത്ത ശരിയായ ജോഡി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. കണ്ടോ? ഇവിടെ നമ്മൾ 2ഉം 3ലേക്ക് നമ്മുടെ മാർക്ക് പോകാനായിട്ട് നമ്മൾ 2ഉം 3ലേക്ക് മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. കാര്യം ഇവിടെ ശരിയായ ജോഡി എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തുണ്ട്? ബന്ധമില്ലാത്തത് എന്നൊരു വാക്കുണ്ട്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമാണ് ഇത്. നിസ്സഹകരണ സമരം അല്ലെ. ഗോരഖ്പൂർ, UP-യിലെ ഗോരഖ്പൂർ ജില്ലയിലെ എന്താണ്? കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിലേക്ക് പോലീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ലാത്തി ചാർജ് ചെയ്യുകയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരെല്ലാവരും കൂടി പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22ഓളം ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. 1922 ഫെബ്രുവരി 5 അതോടുകൂടിയാണ് ഗാന്ധിജി പറയുന്നത് ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞ് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കുന്നുണ്ട്. 1922 ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 1922 ഡിസംബറിൽ എന്ത് ചെയ്യുന്നത്? ഗയാ സമ്മേളനം. ആരാണ്? CR ദാസ് അധ്യക്ഷനായിട്ടുള്ള ഗയാ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്താണ്? ഭയങ്കര മുഷിപ്പ് തോന്നും. ഈ നിസ്സഹകരണ പ്രസ്ഥാനം കാര്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഗാന്ധിജി ഇത് പിൻവലിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് ഇറങ്ങി അതിനെതിരെയായിട്ട് 1923 ജനുവരിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. സ്വരാജ് പാർട്ടി. ഓക്കെ. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി നടത്തിയതാണ് എന്ത്? ബർദോളി അല്ലെ. ബർദോളി സത്യാഗ്രഹം 1928. ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ? നമുക്കറിയാം ഇന്ത്യൻ ബിസ്മാർക്ക്. അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ്, ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളത്.
ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി ആരൊക്കെയാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവര്. 1ഉം 2ഉമാണ്. ആനി ബസന്റ് എവിടെയായിരുന്നു? ആനി ബസന്റ് എന്ന് പറയുന്നത് മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം കൊള്ളുന്നത്. ബാലഗംഗാധര തിലകനാണെങ്കിലോ പൂനെയിലാണ്. പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന്. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹോം റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഭരണം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് ഇത്. മിന്റോ മോർലി പരിഷ്കാരം 1909 മിന്റോ മോർലി മാമ മുസ്ലിം എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളൊക്കെ അനുവദിച്ചത്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം 1948 ജനുവരി 30 അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. INA വനിതാ റെജിമെന്റിനെ നയിച്ചത് ആരാണ്? ഡോക്ടർ ലക്ഷ്മി സൈഗാൾ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടന്നത് എവിടെയാണ്? സാന്താൾ കലാപം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഛോട്ടാ നാഗ്പൂർ കുന്നുകളിലാണ്. ആരായിരുന്നു അതിന് നേതൃത്വം നൽകിയ സഹോദരങ്ങൾ? സിദ്ധുവും കാനുവും ആ സഹോദരങ്ങളായിരുന്നു കേട്ടോ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമാണ് ഇത്. വിജയ്ഘട്ട്. അപ്പൊ കിസാൻഘട്ട് ആരുടേതാണ്? കിസാൻഘട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചരൺ സിംഗ്. ഉദയഭൂമി ആരുടേതാണ്? നമ്മുടെ KR നാരായണന്റേതാണ് ഉദയഭൂമി എന്ന് പറയുന്നത്. ഏകതാ സ്ഥൽ ആരുടേതാണ്? ഏകതാ സ്ഥൽ ഗ്യാനി സെയിൽ സിംഗിന്റേതാണ്. ആരുടേതാണ്? ചൈത്രഭൂമി എന്ന് പറയുന്നത് നമ്മുടെ BR അംബേദ്കർ. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? അബ്ദുൽ കലാം ആസാദ്. എന്താണ്? അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 എന്ത്? ദേശീയ വിദ്യാഭ്യാസ ദിനം. ജാലിയൻ വാലാബാഗ് ദിനം എന്നാണ് നമുക്കറിയാം. 1919 അല്ലെ? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. 1855-56 ഛോട്ടാ നാഗ്പൂരിൽ നടന്ന സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരങ്ങളാണ് ആര്? സിദ്ധുവും കാനുവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക എല്ലാ ക്വസ്റ്റ്യൻസും എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു 3-4 വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളത് നോക്കണം. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. 30, 31, 32 എന്നീ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാളാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്? വീരേശലിംഗം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാൺപൂർ നാനാ സാഹിബ് ശരിയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ലക്നൌവിൽ ആരായിരുന്നു? നമ്മൾ പറഞ്ഞതാണ് ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഓപ്ഷൻ C ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ചരിത്ര പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായതും പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയതും ഒക്കെ ഏതാണ്? 1929 ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയാണ് എവിടെ സ്ഥാപിച്ചത്? DK കാർവെയാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ 1916 എന്ത് രൂപം കൊള്ളുന്നത്? ആദ്യത്തെ വനിതാ സർവകലാശാല രൂപം കൊള്ളുന്നത്. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷമാണിത്. 1954. അതായത് ഫ്രാൻസിന്റെ അധീനതയിലായിരുന്ന പ്രദേശങ്ങളാണ് ഏതൊക്കെ? നമുക്കറിയാം പോണ്ടിച്ചേരി ഉണ്ട്, അതേപോലെ മാഹി, പിന്നെ ഏതാണ്? യാനം. ഈ 3 സ്ഥലങ്ങളും 1954 ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഏതാണ്? നമ്മുടെ ഗോവ കൂട്ടിച്ചേർത്ത് എന്നാണ്? 1961 ഗോവ, അതേപോലെ ദാമൻ, അതേപോലെ ദിയു. ഇത് 3 ആരുടെ കയ്യിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. അതിനെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നത് 1961 അതേപോലെ നമുക്കറിയാം ഇന്ത്യൻ യൂണിയനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ലയനക്കരാറിലൊക്കെ ഒപ്പുവെക്കാത്ത 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? കാശ്മീർ ഉണ്ടായിരുന്നു, അതേപോലെ ജുനഗഡ് ഉണ്ട്,
അതേപോലെ ഹൈദരാബാദ്. ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു ലയന കരാറിൽ ഒപ്പുവെക്കാതെ മാറിയെന്നവരെ. അങ്ങനെ കാശ്മീർ എന്ത് ചെയ്യുന്നുണ്ട്? 1947 ഒക്ടോബർ 26 എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാശ്മീർ ലയന കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. അത് ജുനഗഡ് ആകുമ്പോഴോ 1948 ഫെബ്രുവരിയിൽ ജുനഗഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലയന കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. ഹൈദരാബാദ് ആണെങ്കിൽ 1948 സെപ്റ്റംബറിലും. അങ്ങനെയാണ് ഇവർ മൂന്നുപേരും എന്ത് ചെയ്യുന്നത്? ഇന്ത്യയോട് കൂടിച്ചേരുന്നത്. അപ്പൊ ഫ്രാൻസിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ പോണ്ടിച്ചേരിയുണ്ട്, മാഹിയുണ്ട്, യാനമുണ്ട്, അതേപോലെ കാരക്കലും കൂടിയുണ്ട്. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. 1961 കൂടിച്ചേർത്ത ഗോവ, ദാമൻ, ദിയുമാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1986 ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനമാണ് ഇവിടെ? ന്യൂഡൽഹി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്ന എന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്? എന്നാണ്? 1969. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളിയാണ് ആര്? സി ശങ്കരൻ നായർ. അല്ലെ, ഗാന്ധിജിയും രാജകത്വം എന്നത് സി ശങ്കരൻ നായരുടെ പുസ്തകമാണ്. അല്ലെ, ഗാന്ധിജിയുള്ള എതിർപ്പായിരുന്നു അദ്ദേഹത്തിന്. അതേപോലെ റൗലറ്റ് നിയമത്തിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ആര്? സി ശങ്കരൻ നായർ. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. തെറ്റ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അവിടെയും എന്താണ്? ശരിയാണ്. അപ്പൊ നമുക്ക് എന്താണ്? ശരിയല്ലാത്തതാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ഗേദാ സമരം, ചമ്പാരൻ സമരം ഒക്കെ എന്താണ്? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. അപ്പൊ അത് ഏതാണ്? 1ഉം 3ഉം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. അംഗമല്ലാതിരുന്നവരെയാണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം മൗണ്ട് ബാറ്റനും ഇർവിനുമാണ് അംഗമല്ലാതിരുന്നത്. ആരൊക്കെയാണ്? 1ഉം 2ഉമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കണം? ആരാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്ന വ്യക്തികൾ? അപ്പൊ നമ്മൾ പറയാം. AV അലക്സാണ്ടർ ഉണ്ട്, സ്റ്റഫോർഡ് ക്രിപ്സ് ഉണ്ട്, പിന്നെയുള്ളത് ആരാണ്? പെത്വിക് ലോറൻസ്. ഇദ്ദേഹമായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, പെത്വിക് ലോറൻസ്. അതായത് ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പെത്വിക് ലോറൻസ് ആയിരുന്നു. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്. അന്ന് അവരെന്നാണ് ഈ ക്യാബിനറ്റ് മിഷനുമായിട്ട് ചർച്ച നടത്തിയ ഒരു കോൺഗ്രസ് നേതാവുണ്ട്. അതാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയാനുള്ളത്? 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. അതേപോലെ തന്നെ 1946 മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് 16 എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. 46 എന്ത് ചെയ്യുന്നത്? 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന എന്താണ്? 1898 നടപ്പിലാക്കിയത്. ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. കഴ്സൺ പ്രഭു അല്ല, റിച്ചാർഡ് വെല്ലസ്ലി. ഈ റിച്ചാർഡ് വെല്ലസ്ലി ആണ് ശിശുഹത്യ നിരോധിച്ചത് കേട്ടോ. റിച്ചാർഡ് വെല്ലസ്ലി. നമ്മൾ മറ്റേത് പറഞ്ഞ ഏതാണ്? മറ്റേ എന്തു പറയുന്നത്? പെൺ ശിശുഹത്യായിരുന്നു വില്യം ബെന്റിക്ക് വരുന്നത്. റിച്ചാർഡ് വെല്ലസ്ലി. ഓക്കെ, കഴ്സൺ പ്രഭു അല്ല, റിച്ചാർഡ് വെല്ലസ്ലി. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഇതും എന്താണ്? ശരിയാണ്. നമുക്ക് വേണ്ടത് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ബന്ധപ്പെടാത്ത പ്രസ്താവന. അതേപോലെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. ഓക്കെ, ഈ പറയുന്ന റിച്ചാർഡ് വെല്ലസ്ലിയാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇതിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതിനിധിയെ, ബ്രിട്ടീഷ് പ്രതിനിധിയെ അവിടെ താമസിപ്പിക്കുകയും അതേപോലെ ഒരു സൈന്യത്തെ എന്ത് ചെയ്യണം? അവരുടെ ചെലവിൽ എന്ത് ചെയ്യണം? ആ നാട്ടുരാജ്യത്തിന്റെ ചെലവിൽ ഒരു സൈന്യത്തെ അവിടെ നിലനിർത്തണം. അപ്പൊ എന്താണ്? അതേപോലെ തന്നെ ആ ഗവർണർ ജനറലിന്റെ അഭിപ്രായത്തിലല്ലാണ്ട് ഒരു രാജ്യങ്ങളായിട്ട് ഇവർക്ക് വേറെ ഒരു സഹകരണത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ എന്താണ് ഒരു ഉടമ്പടി ഒപ്പുവെക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അതാണ് നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു രാജ്യം നമ്മുടെ നാട്ടുരാജ്യത്തെ ആക്രമിക്കാൻ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സൈന്യം അവിടെ ഉള്ളതുകൊണ്ട് അവർ പ്രൊട്ടക്ട് ചെയ്യും. അതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. 1798 റിച്ചാർഡ് വെല്ലസ്ലി
അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി പറയപ്പെട്ട പേരുകളാണ് ഏതൊക്കെ? ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. എന്നാണ് ഖിലാഫത്ത് ദിനം? ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം എന്നറിയപ്പെടുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ ആരാണ്? രമാബായി ആണ് ആര്യ മഹിളാ സഭ സ്ഥാപിക്കുന്നത്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് ഇത്? അഹമ്മദാബാദ് സത്യാഗ്രഹം. എന്താണ്? പ്ലേഗ് ബോണസ് 30% എന്ത് ചെയ്യണം? ബോണസ് കൂടണം എന്നൊക്കെ പറഞ്ഞ് 1918 ഗാന്ധിജി നടത്തുന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ്. കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഏതാണ് കൈസറെ ഹിന്ദ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. സി ശങ്കരൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ആ ഒരു അംഗത്വം നിഷേധിക്കുന്നുണ്ട്. നാഗമ്മാട് റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗൈഡിലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷമാണ് 1922 ഫെബ്രുവരി 5. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ആര്? ഫസൽ അലി. അംഗങ്ങളായിരുന്നു സർദാർ KM പണിക്കരും ഹൃദയനാഥ കുൻസ്രുവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത് എവിടെയാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആരെയാണ്? വിനോബ ഭാവെ. അദ്ദേഹമാണ് പൗനാറിലെ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? വിനോബ ഭാവെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക നമ്മൾ പറഞ്ഞു അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത്? അത് ജയപ്രകാശ് നാരായണനാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? രാജാറാം മോഹൻ റോയ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എന്തൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം ഉണ്ടായി. അപ്പൊ ഏതൊക്കെയാണ്? ശരിയായത് തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1929 ലാഹോർ സമ്മേളനം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഗുദായ് ഖിദ്മത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇദ്ദേഹത്തെ ഒന്ന് പഠിക്കണം. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇലക്ഷൻ നടക്കുന്നത്. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യക്ഷ പ്രവർത്തന ദിനം. അതായത് 1946 ഒക്ടോബർ 16 ഈ പറയുന്ന പ്രത്യക്ഷ പ്രവർത്തന ദിനം എന്ന് പറയുന്നത്. അതേപോലെ 14 തത്വങ്ങൾ രൂപീകരിച്ചായിരുന്നൊക്കെ ചോദിക്കാറുള്ളത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. നയി താലീം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നയി താലീം ആരാണ്? ഗാന്ധിജിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഉരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. ബൊക്കാറോ ആരാണ്? റഷ്യയാണ്. ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ അല്ലെ. അടുത്ത ആരാണ്? ഭിലായ്. ഭിലായ് ആരാണ്? നമുക്കറിയാം. ബിച്ചറ അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താണ്? ഭിലായ് ഛത്തീസ്ഗഡ്. അതേപോലെ തന്നെ ആരാണ്? റഷ്യയാണ് ഭിലായ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. 3 തെറ്റാണ്. 3 ഒരൊറ്റ ഓപ്ഷനുള്ളൂ. ഓപ്ഷൻ സി ആണ്. റൂർക്കേല റൂർക്കേല ഒഡീഷ ജർമ്മനി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ആര്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരാണ് നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടായിരുന്നത്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമായിരുന്നു. അതിൽ VP മേനോന്റേതാണ് ഈ പുസ്തകം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. പോർച്ചുഗീസിന്റെ അധീനതയിലായിരുന്നു ഗോവ, ദാമനും ദിയുവും ഒക്കെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ്. ഒന്ന് തെറ്റാണ്. നമുക്കറിയാം ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ബീഹാറിലെ ആറയിൽ ആരായിരുന്നു സമരം നയിച്ചത്? നവാബ് വാജിദ് അലി ഷായാണ്. നവാബ് വാജിദ് അലി ഷാ ആരായിരുന്നു ബീഹാറിലെ ആറയില്? അതും കൺവർ സിംഗ് ആയിരുന്നു. കൺവർ സിംഗ്. ഓക്കെ.
പിന്നെ ആരാണ്? കാൺപൂരിൽ സമരം നയിച്ചത് ആരാണ്? നാനാ സാഹിബാണ്. അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് വേണ്ടത്? തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇത് രണ്ടും തെറ്റായ പ്രസ്താവനയാണ്. ശരി വരുന്നത് ഓപ്ഷൻ 3 മാത്രമാണ് ശരി. താഴെ പറയുന്നതിൽ ശരിയായ ക്രമം ഏത്? റൗലറ്റ് ആക്ട് ഏതാണ്? 1919 ആണ് റൗലറ്റ് ആക്ട്. അത് കഴിഞ്ഞിട്ടല്ലേ ജാലിയൻ വാലാബാഗ് എന്ന് വരുന്നത്. ദണ്ഡി മാർച്ച് 1930 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്ന 1931 അതായത് ഈ ബാക്കിയെല്ലാം ശരിയാണ്. അപ്പൊ ശരിയായ ക്രമം ചോദിക്കുമ്പോൾ നമുക്കറിയാം 2, 3, 4 എന്നുള്ളതാണ്. അപ്പൊ ഈ സൈമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്ന 1927 അത് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നാണ്? 1928 ഓക്കെ, അത് തിരികെ പോകുന്നുണ്ട്. അതേതാണ്? 1929 ഇനി അതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുണ്ട്. റിപ്പോർട്ട് എന്നാണ്? അത് 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആരാണ് സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം? ആരുടേതാണ്? യൂസഫ് മെഹ്റലി. യൂസഫ് മെഹ്റലിയാണ് സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിന് രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC എന്ന ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേഭാഗ എവിടെയാണ്? നമ്മൾ പറഞ്ഞതാണ് തേഭാഗ സമരം ബംഗാളുമായിട്ടാണ്. ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സിദ്ധുവും കാനുവാണ്. അതെന്താണ്? സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടവരാണ് സിദ്ധുവും കാനുവും. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്ത തിരഞ്ഞെടുക്കുക. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾ ശരിയാണ്. നീൽ ദർപ്പൺ ദീനബന്ധുമിത്ര ബംഗാളാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളാണ്. രംഗഭൂമി പ്രേംചന്ദ് ഇവിടം വരെ ശരിയാണ്. ഇത് ബംഗാൾ അല്ല, ഇത് എന്തായിരുന്നു? ഹിന്ദി ആയിരുന്നു. അപ്പൊ ഏതാണ്? ഓൺലി 4. ഇത് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അതേപോലെ സേവാസദൻ, പ്രേമാശ്രമം, ഇതൊക്കെ ഗോദാൻ, ഇതൊക്കെ ആരുടേതാണ്? പ്രേംചന്ദിൻ്റെതാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറിയാണ് ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത്? പ്രേമാശ്രമം ആരുടേതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു പ്രേംചന്ദിന്റെ കൃതിയായിരുന്നു എന്ത്? പ്രേമാശ്രമം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി, സമരനായകൻ ജയപ്രകാശ് നാരായണൻ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ ഏതാണ്? പണ്ഡിത രമാഭായ്. ഏത് വർഷമാണ് ആര്യ മഹിളാ സഭ? 1882 1882. അതേപോലെ തന്നെ വിധവകൾക്കായിട്ട് തുടങ്ങിയെന്നാണ് എന്ത്? ശാരദാ സദൻ എന്നറിഞ്ഞിരിക്കുക. വിധവകൾക്ക് വേണ്ടിയിട്ട് പണ്ഡിത രമാബായി കൊണ്ടുവന്നതാണ് ശാരദാ സദൻ 1889. അതേപോലെ തന്നെ നമ്മുടെ ബൈബിളില്ലേ, ബൈബിള്, ഈ ബൈബിള് മറാത്തിയിലോട്ട് തർജ്ജമ ചെയ്തത് ഈ പറയുന്ന പണ്ഡിത രമാബായി ആണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങളാണ് 30, 31, 32. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ഇത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് ആക്ട് 1919, ജാലിയൻ വാലാബാഗ് എന്നാണ് 1919 ഏപ്രിൽ 13. BN ഭട്നഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ, VP മേനോൻ, ഫസൽ അലി, KM പണിക്കർ. അടുത്ത ഏതാണ്? ഗുൽസാരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, അതേപോലെ CD ദേശ്മുഖ് രൂപീകരിച്ച, അതായത് ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ വരും? നമുക്കറിയാം ഫസലലി ഉണ്ട്, KM പണിക്കറുണ്ട്. പക്ഷെ ആരായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത്? HN ഗുൻസ്രു ആണ് അല്ലെ? അപ്പൊ ഇതല്ല, ഇവര് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. VP മേനോനും സർദാർ KM പണിക്കറും എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ ലയനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ ആരാണ്? ഇവയൊന്നുമല്ല, ഇവയൊന്നും ഇതുമായിട്ട് ബന്ധമുള്ളവരല്ല. ഫസലലിയും KM പണിക്കറും മാത്രമേ ബന്ധമുള്ളതായിട്ട് വരുള്ളൂ. പക്ഷെ ആ ഒരു പെയറിൽ എന്ത് ചെയ്യുന്നില്ല? HN ഗുൻസ്രുവും കൂടി വേണമായിരുന്നു. അദ്ദേഹം അതിൽ തന്നിട്ടില്ല. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ആരായിരുന്നു അത്? ഡൽഹൌസി പ്രഭുവാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇത്? ബെൽഗാം സമ്മേളനം. ഏത് വർഷമാണ്? 1924 ബെൽഗാം സമ്മേളനം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ഡു ഓർ ഡൈ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഇമ്പോർട്ടന്റ് ആണ്. ദാമിൻ ഇ കോഹ്. അധികം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ് ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം അല്ലെ? പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ
അതായത് എന്നാണ് 1757 സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം. അതിന് മുന്നോടിയായിട്ടാണ് എന്ത്, ഇരട്ടറ യുദ്ധം. ഇരട്ടറ യുദ്ധത്തിന്റെ ഒരു ബാക്കി പത്രമായിരുന്നു എന്ത്, പ്ലാസി യുദ്ധം. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതായത് അദ്ദേഹം ആക്രമിക്കുകയും ആന്തി ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് പട്ടാളക്കാരെയൊക്കെ കൊന്ന് ഇരുട്ടുമുറിയിൽ അടച്ചിട്ടിട്ട് കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇരട്ടറ ദുരന്തം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബാക്കി പത്രമായിരുന്നു എന്ത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെന്റിക്കാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതായത് അത്രയും നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഉരുക്കിയെടുത്ത് കൂട്ടിച്ചേർത്ത് അദ്ദേഹം ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും അതേപോലെ തന്നെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 200ഓളം ക്വസ്റ്റ്യൻസ് ആയി ഇപ്പൊ നമ്മുടെ ഹിസ്റ്ററി പോർഷനിൽ നിന്ന്. അപ്പൊ ഏകദേശം നമ്മുടെ 2023 തുടക്കം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2023 കംപ്ലീറ്റ് ഉണ്ട്, 24 കംപ്ലീറ്റ് ഉണ്ട്, 25 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ കഴിഞ്ഞ പ്രിലിംസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്